വർഷത്തിൽ ഭൂരിഭാഗം ദിവസവും വെള്ളത്തിലാണ് ചെല്ലാനം കണ്ടക്കടവ് പാടശേഖരത്തിന് സമീപത്തെ 250ഓളം കുടുംബങ്ങൾ. വീടുകളിൽ വെള്ളം കയറുന്നതിനാൽ താമസം ദുരിതത്തിലാണ്. വെള്ളം നിറഞ്ഞ വഴികൾ ഉപേക്ഷിച്ച് വഞ്ചിയിൽ യാത്ര ചെയ്താണ് ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വെള്ളം വരുമെങ്കിൽ ഞങ്ങൾ എങ്ങാട് പോകും? ഈ വിറച്ചുതുള്ളി എവിടെ പോകും? എങ്ങും പോകാൻ പറ്റുകയല്ല. വീട്ടിലേക്ക് വരലും പോകലും ഇതാണ് അവസ്ഥ. ഈ വഞ്ചിയിൽ കയറി ഞങ്ങൾ തുഴഞ്ഞു പോകണം. പെരടകത്തും വെള്ളം പുറത്തും വെള്ളം. ഇതിൽ നടന്ന് ഞാനിപ്പോൾ തൊഴിലുറപ്പിന് നിന്നിട്ട് എനിക്ക് വയ്യാഞ്ഞിട്ട് ഞാൻ മരുന്ന് മേടിച്ചിട്ട് വന്നു. കിടപ്പ് രോഗികളും പ്രായമായവരുമായി ദുരിതം പേർ ജീവിക്കുന്നവർ, ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീ, ഉപജീവനത്തിന് ആശ്രയമായ വളർത്തുമൃഗങ്ങൾക്കൊപ്പം ഒരേ മുറിയിൽ താമസിക്കുന്ന കുടുംബം, ഇങ്ങനെ ഒരുപാട് കുടുംബങ്ങളുണ്ട് ചെല്ലാനം കണ്ടക്കടവ് പാടശേഖരത്തിന് സമീപത്തെ ഒറ്റത്തറയിലും അറക്കേക്കുഴി ഹരിജൻ കോളനിയിലും. വർഷത്തിൽ ഭൂരിഭാഗം ദിനങ്ങളും ഇവർ വെള്ളത്തിലാണ്. കാലങ്ങളായി ഇവർ ഉപയോഗിച്ചിരുന്ന നടവഴി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. വഞ്ചിയിൽ യാത്ര ചെയ്താണ് പ്രധാന റോഡിലേക്ക് എത്താൻ സാധിക്കുന്നത്. സ്വന്തമായി വഞ്ചിയില്ലാത്തവർക്ക് ചെളിയും വെള്ളവും നീന്തി തന്നെ കടക്കണം. വെള്ളം നനഞ്ഞു പോകേണ്ടി വരുന്നതിനാൽ റോഡിന് സമീപത്തെ വീടുകളിൽ ചെന്ന് വസ്ത്രം മാറിയാണ് വിദ്യാർത്ഥിനികളും സ്ത്രീകളും പുറത്തേക്ക് പോകുന്നത്. വെള്ളം കൂടിയാൽ പിന്നെ സ്കൂളിലേക്കുള്ള യാത്ര മുടങ്ങും. പോകാനുള്ള ഞങ്ങൾ നീന്തിയാ പോകുന്നത്. സാരി ഉടുക്കണ റോഡിൽ ചെന്നിട്ട് മറ്റുള്ളവരുടെ വീട്ടിൽ കയറിയ ഡ്രസ്സ് മാറണത്. ചുരിദാർ ഇടണ പെൺപിള്ളേര് ആ ചുരിദാർ തോളത്തിട്ടുണ്ടാ പോണത്. എന്താ ചെയ്യേണ്ടത് ഇതിനുള്ള വഴി? കായലിൽ നിന്നും കണ്ടക്കടവ് പാടശേഖരത്തിലേക്ക് അമിതമായി വെള്ളം കയറ്റിവിടുന്നതാണ് ജനങ്ങളുടെ ദുരിതത്തിന് കാരണമാകുന്നത്. 550 ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ നേരത്തെ ഒരു പത്താഴം മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ വർഷം മത്സ്യകൃഷി ഇറക്കിയപ്പോൾ 2 പത്താഴം സ്ഥാപിച്ചു. ഇതോടെ 250 വീടുകളാണ് വെള്ളത്തിൽ മുങ്ങിയത്. അനധികൃതമായി വെള്ളം കയറ്റുന്നത് തടയണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പാടശേഖരം കോൺട്രാക്ട് നൽകിയതിലും അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. 6 മാസം മത്സ്യകൃഷിയും 6 മാസം നെൽകൃഷിയും നടത്തണമെന്ന വ്യവസ്ഥ പാലിക്കാതെ മത്സ്യകൃഷി മാത്രമാണ് ചെയ്യുന്നത്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും ഒത്തുകളിയുമാണ് വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നതെന്നും നാട്ടുകാർ പരാതി ഉന്നയിക്കുന്നു. കഴിഞ്ഞ 3 വർഷം ഈ പാടശേഖരത്തിൽ ഒരു വീട്ടിൽ പോലും വെള്ളം കയറിയിട്ടില്ല. എന്ന് വെച്ചാൽ ഒറ്റ പത്താഴത്തിലാണ് ചെമ്മീൻ പാറ്റും മറ്റും ഉണ്ടായത്. പക്ഷേ ഈ പ്രാവശ്യം ഈ കണ്ടക്കടവ് ചാലെടുത്ത ചാൽ കോൺട്രാക്ടറും അതേപോലെ തന്നെ ഈ പാടശേഖരം ഒത്തുകളിയോടുകൂടി വീണ്ടും ഒരു 2ാമത്തെ പത്താഴം തെക്കേ ചിറയുടെ കിഴക്കേ അറ്റത്ത് ചിറ മുറിച്ച് 2ാമത്തെ പത്താഴം ഉണ്ടാക്കിയതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ 250 വീടും വെള്ളക്കെട്ടിലായത്. വിഷയത്തിൽ കൃഷി ഓഫീസർക്കും RDOക്കും പരാതി നൽകി അനുകൂല നടപടിക്കായി കാത്തിരിക്കുകയാണ് ജനങ്ങൾ. കണ്ടക്കടവ് പാടശേഖരത്തിന് സമീപത്തെ 300ഓളം കുടുംബങ്ങൾ വർഷത്തിൽ 10 മാസവും വെള്ളത്തിനടിയിലാണ്. ഇവരുടെ ഈ ദുരിതത്തിന് കാരണമാകുന്നത് പാടശേഖര നടത്തിപ്പുകാരുടെ അമിത ലാഭക്കൊതിയാണ്. ക്യാമറമാൻ വിപിൻ കോതച്ചിറക്കൊപ്പം കിരൺകുമാർ, ജനം, കൊച്ചി.